വെൽക്കം ടു സൈലം. ഒരു സന്തോഷ വാർത്തയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്കറിയാം SSC എക്സാം പോലെ തന്നെ എല്ലാ വർഷവും നമുക്കിനി റെയിൽവേ എക്സാംസ് ഉണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന എല്ലാ റെയിൽവേ എക്സാംസിനും ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാൻ ഒരു അടിപൊളി ബാച്ച്, യെസ്, RRB റെഗുലർ ബാച്ച്. സോ ഈ ബാച്ചിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണ്ടേ? യെസ്, ഞാനും ഷാനവ ടീച്ചറായിരിക്കും നിങ്ങൾക്ക് ബാച്ചിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരിക. അപ്പോൾ RRB റെഗുലർ ബാച്ച് എന്ന് പറയുമ്പോൾ തന്നെ ഇതിന് NTPC എന്നോ ഗ്രൂപ്പ് ഡി എന്നോ AFP എന്നോ അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല. RRB നടത്തുന്ന പരീക്ഷകൾക്കെല്ലാം ചേർത്തുകൊണ്ട് ഒരൊറ്റ ബാച്ച് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, പ്രത്യേകം പറയണം, നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള പോസ്റ്റുകളിലോട്ടുള്ള എക്സാംസിന് എല്ലാത്തിനും കൂടെ സിംഗിൾ ആയിട്ടുള്ള ജനറൽ ആയിട്ട് നമ്മൾ എടുക്കുന്ന ഈ ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് അല്ലെങ്കിൽ ജനറൽ നോളജ്, RRBക്ക് ഇംഗ്ലീഷിലോ ഈ സാധനങ്ങൾ എല്ലാം കൂടെ ചേർത്തിട്ടായിരിക്കും ഈ ഒരു ബാച്ചിൽ ക്ലാസ് വരുന്നത്. അപ്പോൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ക്ലാസും കണ്ടന്റും നമുക്ക് ഈ ബാച്ചിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാം. സോ ഇതിൽ കാണുന്നത് പോലെ തന്നെ 450+ അവേഴ്സ് നമുക്ക് ലൈവ് ക്ലാസ്സസ് ആയിരിക്കും. ലൈവ് ക്ലാസ് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ലൈവ് ഇൻ കേസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന്റെ റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആയിരിക്കും. അതിന് ഡെയിലി നമ്മൾ ഒരു റെഗുലർ ബാച്ച് ആണ്, നമുക്ക് ലോങ് ടൈം വരെയുള്ള ബാച്ച് ആയതുകൊണ്ട് തന്നെ ഡെയിലി 2 to 3 അവേഴ്സ് ഡെയിലി വരുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ, ഒരുപാട് ബേർഡൻ ഒന്നുമില്ല, ചെറിയ ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ കുറച്ചായിട്ട് പഠിച്ചു വരുന്ന രീതിയിലാണ്. അതിൽ തന്നെ വീക്ക്ലി 6 days ക്ലാസ് ഉണ്ടാവും. സൺഡേ ഹോളിഡേ വരുന്ന രീതിയിൽ, ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ക്ലാസ് വരുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. 7ാമത്തെ ദിവസം എന്ന് പറയുമ്പോൾ ആദ്യത്തെ 6 ദിവസത്തിലെ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾ ഏതെങ്കിലും മിസ്സായെങ്കിൽ ആ ക്ലാസ് കാണാനും പിന്നെ റിവിഷൻ നടത്താനായിട്ടായിരിക്കും 7ാമത്തെ ദിവസം ഉപയോഗിക്കേണ്ടത്. 2 to 3 അവേഴ്സ് ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്കറിയാം ചില ദിവസങ്ങളിൽ ടുവേർഡ്സ് എൻഡ് ഒക്കെ പരീക്ഷ വരുന്നതിനനുസരിച്ച് പരീക്ഷകൾ വരുന്നുണ്ടെങ്കിൽ റിവിഷൻ സെഷൻസ് മറ്റുമായിട്ട് ക്ലാസിന്റെ എണ്ണം കൂടുന്നതായിരിക്കും. നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിലുള്ള കാര്യമാണ് ഈ ഒരു 2 to 3 അവേഴ്സ് ക്ലാസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. നമുക്ക് എഡ്യൂക്കേറ്റേഴ്സിനെ നോക്കാം അല്ലേ? അപ്പോൾ നമ്മുടെ ടീമിന്റെ ലീഡ് എന്ന് പറയുന്നത് ജെറിൻമാഷ് ആയിരിക്കും. നിങ്ങൾക്കറിയാം ജെറിൻമാഷിന് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മേഖലയിൽ വർഷങ്ങളുടെ പരിചയമുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു അനുഭവ സമ്പത്ത് RRB പരീക്ഷകളിൽ നമ്മൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അപ്പൊ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് നമുക്ക് 3 ടീച്ചർമാരാണുള്ളത്. ഒന്ന് ജെറിൻമാഷ്, ഒന്ന് ഗൂഗിള്, ഒന്ന് ഷാനുവ. അപ്പൊ ജെറിൻമാഷ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ കുറച്ച് പോർഷൻസ് ഹാൻഡിൽ ചെയ്യും. നമുക്ക് അടുത്ത ആളെ കാണാം. നെക്സ്റ്റ് അരുൺ ബാലൻ സാറായിരിക്കും ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് സാർ തന്നെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മളിത് ഓരോരുത്തർ ഇങ്ങനെ വീണ്ടും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവരും സുപരിചിതമാണ് അല്ലെ, നമ്മൾ എല്ലാവരും കാണുന്നതാണ്, യൂട്യൂബിലായിട്ടും അല്ലാതെ ക്ലാസ്സുകളിലായിട്ടും ഒക്കെ കാണുന്ന ആൾക്കാരാണ്. അരുൺ സാർ ആയിരിക്കും നിങ്ങൾക്ക് റീസണിങ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് വിഷ്ണു സജീവൻ സാർ ആയിരിക്കും ജനറൽ അവയർനെസ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യുന്നത്. ജനറൽ അവയർനെസ്സിൽ കുറച്ച് ടോപ്പിക് റെയിൽവേ പരീക്ഷയ്ക്ക് നമുക്കറിയാം ജനറൽ സയൻസ് നമ്മൾ സെപ്പറേറ്റ്ലി പഠിക്കണം. ബാക്കി വരുന്ന ജനറൽ അവയർനെസ്സിൽ ഹിസ്റ്ററി, പോളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ്, സ്റ്റാറ്റിക് GK, കറണ്ട് അഫയേഴ്സ് ഇത്രയും വരും. അപ്പൊ അതിൽ ഞാൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഹിസ്റ്ററിയും പോളിറ്റിയും പിന്നെ സ്റ്റാറ്റിക് GKയുടെ ഒരു പോർഷനും ആയിരിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ആദ്ര മിസ് ഉണ്ട്. ഇതിൽ ജനറൽ അവയർനെസ് തന്നെ ജോഗ്രഫിയും എക്കണോമിക്സും സ്റ്റാറ്റിക് GKയുടെ ആ ജോഗ്രഫി റിലേറ്റഡ് പോർഷൻസും ടീച്ചർ കവർ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ സാർ ഉണ്ട്. ഗൂഗിൾ സാർ ആയിരിക്കും ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിൽ കുറച്ച് ടോപ്പിക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗൂഗിൾ സാർ ഉണ്ട്, ജെൻ സാർ ഉണ്ട്, ആൻഡ് ഓൾസോ ഞാനും ഉണ്ടായിരിക്കും. ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡിലെ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ആൻഡ് ഓഫ് കോഴ്സ് ഞാനും ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുശ്രീ മിസ് ഉണ്ട്. കറന്റ് അഫയേഴ്സിന്റെ ക്ലാസ്സസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പ്യൂർലി അനുശ്രീ മിസ് തന്നെ ആയിരിക്കും. ഈ ഒരു ബാച്ചിൽ നമ്മൾ ഈ ഒരു പോർഷന് നമുക്കറിയാം റെയിൽവേക്ക് ടയർ 1-നും ടയർ 2-നും ഈ ഒരു പോർഷൻ മാർക്ക് കൂടുതലാണ്. പിന്നെ ഇപ്പോഴത്തെ പോയിക്കൊണ്ടിരിക്കുന്ന ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും കറന്റ് അഫയേഴ്സിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രയും വെയിറ്റേജ് വരുന്നുണ്ട്, ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പൊ അത് പൂർണ്ണമായിട്ടും ആ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ആ രീതിയിൽ ടോപ്പിക്കിനെ സെഗ്രിഗേറ്റ് ചെയ്തിട്ട് ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു പഠനം ആ രീതിയായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ആദ്യം കഴിഞ്ഞ ബാച്ചുകളിലൊക്കെ ഇപ്പോഴത്തെ ഗ്രൂപ്പ് ഡി ഒക്കെ തുടങ്ങിയപ്പോഴും RPF കോൺസ്റ്റബിൾ തുടങ്ങിയപ്പോഴും ഒരു മീഡിയം അല്ലെങ്കിൽ മോഡറേറ്റ് ഡിഫിക്കൽട്ട് ചോദ്യങ്ങൾ നമുക്ക് പലരും പറഞ്ഞു ഇത് വേണ്ട, ഇത് ആവശ്യമില്ലെന്ന്. അപ്പോഴേ നമ്മൾ പറഞ്ഞാണ് അങ്ങനെ ചെയ്യരുത്, നമ്മൾ കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്ത് പോകണം എന്നുള്ളത്. അത് പരീക്ഷയിൽ റിഫ്ലക്ട് ചെയ്തു. അത് തന്നെയാണ് NTPCയുടെ ടയർ 1-ന് റിഫ്ലക്ട് ചെയ്തത്. അപ്പൊ വരാൻ പോകുന്ന അണ്ടർ ഗ്രാജുവേറ്റിലും ചോദ്യങ്ങൾ ഉറപ്പായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. SSCയുടെ ഫേസ് ലെവൽ പരീക്ഷ നമ്മൾ മനസ്സിലായതാണ്, ചോദ്യങ്ങൾ കുറച്ചുകൂടെ ഒരു മൾട്ടി സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് വന്നിട്ടുണ്ട്, കുറച്ചുകൂടെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത്രയും ആഴത്തിൽ തന്നെ പഠിക്കുക എന്നതായിരിക്കും ഓരോ ക്ലാസും ആ രീതിയിലായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും കറന്റ് അഫയേഴ്സ് അനുശ്രീ മിസ്സിന്റെ കയ്യിൽ ഭദ്രം തന്നെ ആയിരിക്കും. ആൻഡ് അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ അവയർനെസ് അല്ലാതെ നമുക്ക് അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ് ജനറൽ സയൻസ് എന്ന് പറയുന്നത്. അത് ഹാൻഡിൽ ചെയ്യുന്നത് അജയ് സാർ ആയിരിക്കും. അതിൽ ജനറൽ സയൻസിലാണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും. വാർത്തയിൽ റീസെന്റ് ആയിട്ട് വന്ന സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ഡെവലപ്മെന്റ്സ്. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു സിഗ്നിഫിക്കൻസ് RRB പരീക്ഷയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ മൂപ്പരുടെ ക്ലാസ്സുകൾക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിന്റെ ഒരു ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ
എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ഉണ്ട്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സുകൾ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട്. ഈ ക്ലാസ്സിന്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് PDF ആയിട്ട് അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ ഇന്റൻസീവ് ആയിട്ടുള്ള വർക്ക്ഔട്ട് സെഷൻസ് ഉണ്ട്. ക്വിസസ് ആയിട്ടും ടെസ്റ്റുകളായിട്ടും മോക്ക് ടെസ്റ്റുകൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ടെസ്റ്റ് സീരീസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള പ്രാക്ടീസ്, നിങ്ങൾക്കറിയാം ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള പ്രാക്ടീസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ടൈം ബൗണ്ടഡ് ആയിട്ടുള്ള പ്രാക്ടീസസും നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അതേപോലെ ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും സെഷൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എന്ന് പറയുമ്പോൾ RRBയുടെ മാത്രം PYQ ആയിരിക്കില്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം RRB കഴിഞ്ഞ വർഷം വരെ റെഗുലർ ആയിട്ട് പരീക്ഷകൾ നടത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ 2019-22 കാലഘട്ടത്തിൽ RRBയുടെ ചോദ്യങ്ങളെ വെച്ചിട്ട് 24-25 പരീക്ഷ എഴുതിയവർക്ക് അതിന്റേതായിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ SSCയുടെയും റിലവന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് അതേ തലത്തിൽ വരുന്ന ഒരേ ലെവലിൽ വരുന്ന എക്സാംസ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും. അതെ വരുന്നുണ്ട്. അതെ അത് മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, ഒന്ന് മാത്രം നോക്കി ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ആ ഒരു കമ്പൈൻ ചെയ്യുന്ന രീതി തന്നെ നിങ്ങൾക്ക് വേണ്ട രീതിയിലായിരിക്കും നമ്മൾ പോവുക. അത്രേ ക്ലാസ്സുകൾ മാത്രം പോരാ, ചോദ്യങ്ങളും കൂടെ പ്രാക്ടീസ് ചെയ്ത് വിത്തിൻ 90 മിനിറ്റ്സ് അല്ലെങ്കിൽ വിത്തിൻ 100 മിനിറ്റ്സ് 120 മിനിറ്റ്സ് എത്രയാണോ സമയം അതിനകത്ത് തന്നെ പല പല മെത്തേഡ് കൊണ്ടുവരണം. ആദ്യം റീസണിംഗ് ആണോ അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് ആണോ ജനറൽ നോളജ് ആണോ എങ്ങനെയാണെന്നുള്ള ഒരു അപ്രോച്ച് കൊണ്ടുവന്ന് അത് ഡെവലപ്പ് ചെയ്യാൻ സമയമെടുക്കും. അപ്പൊ ഈ എല്ലാ ഫീച്ചേഴ്സും പ്രയോജനപ്പെടുത്തി ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ? അപ്പൊ നമ്മുടെ ബാച്ച് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയേണ്ടത്, നമ്മൾ August 11 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. August 11 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫീ വരുന്നത് 3,999 ആണ്. 1 year വാലിഡിറ്റി ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലോങ് ടേം ബാച്ച് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതാ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതിലൊന്ന് കോൺടാക്ട് ചെയ്തു. ഇതിൽ 1 year വാലിഡിറ്റി എന്ന് പറയുമ്പോൾ അടുത്ത വർഷം വരാൻ പോകുന്ന ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകളും നിങ്ങൾക്ക് ഇതിലൂടെ എഴുതാം. അഗൈൻ പറയുന്നു, ALP പോലുള്ള പരീക്ഷകളുടെ ടെക്നിക്കൽ ആസ്പെക്ട് Tier 1 CBT 1 എല്ലാം നമ്മൾ ഇതിൽ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒന്നും തന്നെ ഇതിൽ കവർ ചെയ്യുന്നതായിരിക്കില്ല. അതായത് മാത്സ്, റീസണിങ്, GK ഈ ഒരു 3 ടോപ്പിക് നമ്മൾ ഇത് കംപ്ലീറ്റ്ലി കവർ ചെയ്ത് നിങ്ങൾക്ക് എല്ലാ രീതിയിലും റിവിഷനും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നുകിൽ 8714448877 നമ്പറിൽ നിങ്ങൾക്ക് കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ഗൂഗിൾ ഫോം അത് ഫിൽ ചെയ്താലും മതി നിങ്ങൾക്ക്. ഇതൊന്നും അല്ലെങ്കിൽ സൈലത്തിന്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, കാറ്റഗറി RRB കൊടുക്കുക, ഈ പറയുന്ന ബാച്ചിന്റെ പേര് നിങ്ങൾ സെലക്ട് ചെയ്യുക, RRB റെഗുലർ ബാച്ച്. നിങ്ങൾക്ക് ഡയറക്ട്ലി പേയ്മെന്റ് കഴിഞ്ഞ് ജോയിൻ ചെയ്യാം. അങ്ങനെ പർച്ചേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ ഒരു ഗ്രൂപ്പിന്റെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യപ്പെടും. അതിൽ നിന്ന് ഒരു ഇൻഡിവിജ്വൽ ഫാക്കൽറ്റിയുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് വരാം. അപ്പോൾ സബ്ജക്ട് വൈസ് ഡിസ്കഷൻ അവിടെ നടക്കും. ഓവറോൾ ഡിസ്കഷൻ, ബാച്ചിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ, ക്ലാസ് ഷെഡ്യൂൾ കാര്യങ്ങൾ ആ ഒരു ടെലിഗ്രാം ഗ്രൂപ്പിൽ നടക്കും. August 11 തൊട്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി അല്ലെ? എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ബാച്ചിനെ പറ്റി ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പോ ക്ലാസ്സിൽ കാണാം. ഉഷാറായിട്ട് പഠിക്കുക, എത്രയും പെട്ടെന്നൊരു ജോലി മേടിക്കുക. ക്ലാസ്സിൽ കാണാം. ബൈ.